എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ഹീറോയെ ആയിരിക്കും കാണിക്കുക. ഹീറോ ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അവന്റെ ഫ്രണ്ട്സുമായി ചേർന്ന് അവരാഗ്രഹിച്ച പോലെ ഫാക്കൽറ്റീസിന്റെ എല്ലാം തന്നെ സിഗ്നേച്ചറും സീലും ഒക്കെ സ്വന്തമാക്കി. ഇനി ഒരേ ഒരാൾ മാത്രമാണ് അപ്രൂവൽ തരാനായിട്ട് ബാക്കിയുള്ളത്. അത് മറ്റാരുമല്ല, സാക്ഷാൽ കാലിഗോ. ആ പുതിയ ടീച്ചർ ആണെങ്കിൽ കാലിഗോയുടെ അടുത്ത് വന്നിട്ട് പറയും, ഹീറോ പയ്യനും അവന്റെ ഫ്രണ്ട്സും അവർ പറഞ്ഞതുപോലെ എല്ലാ ഫാക്കൽറ്റീസിന്റെയും സൈൻ മേടിച്ചു കഴിഞ്ഞു. നീ അവന്റെ ബെറ്റില് തോറ്റ് തൊപ്പിയിട്ടു, സോ തീർച്ചയായിട്ടും നീ അവന് ഒപ്പിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നു പറഞ്ഞ് അവനെ കളിയാക്കും. അതിന് കാലിഗോ കലി കയറി ആ പുതിയ ടീച്ചറിന്റെ മുഖത്ത് തന്നെ ഒന്ന് പൊട്ടിക്കുകയാണ്. അതിനുശേഷം ബാക്കി ടീച്ചേഴ്സിനോട് പറയും, അവൻ എല്ലാവരുടെയും സൈൻ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവൻ ഒപ്പിട്ട് കൊടുക്കും. എനിക്ക് എൻ്റെ വാക്ക് വളരെ വലുതാണെന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോകും. മറ്റൊരു ഭാഗത്ത് ഗാർഡനേഴ്സ് അവരാണെങ്കിൽ ഹീറോ നട്ടുവെച്ച ചെടികൾക്ക് അവയ്ക്ക് വെള്ളവും വളവും ഒക്കെ ഇട്ടുകൊടുത്ത് ഇപ്പൊ അതിനെ ഒരുപാട് സ്നേഹത്തോടു കൂടെ പരിപാലിക്കുകയാണ്. ആ സ്കൂൾ മുഴുവൻ ഇപ്പൊ ഹീറോയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഹീറോയും അവന്റെ ഫ്രണ്ട്സും ഇപ്പൊ കാലിഗോ ടീച്ചറിന്റെ അടുത്തേക്ക് വരികയാണ്. അവൻ കളക്ട് ചെയ്ത സിഗ്നേച്ചർ അത് മുഴുവൻ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കും. നമ്മളുടെ ഡീൽ അനുസരിച്ച് എല്ലാ ടീച്ചേഴ്സിന്റെയും സീലും സിഗ്നേച്ചറും ഞാൻ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങയുടെ സിഗ്നേച്ചർ മാത്രമാണ് കിട്ടാൻ ബാക്കി. ഈ ഒരു ചലഞ്ചിൽ ഞാൻ ജയിച്ച സ്ഥിതിക്ക് ടീച്ചർ വാക്ക് പാലിക്കണം. അതിന് കാലിഗോ പറയും, തീർച്ചയായിട്ടും നീ എല്ലാവരുടെയും സൈൻ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാക്ക് പാലിച്ച് നിനക്ക് സൈൻ ഇട്ട് തരുമെന്ന് പറഞ്ഞ് അത് ചെക്ക് ചെയ്യാൻ തുടങ്ങും. കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത വലിയൊരു അച്ചീവ്മെന്റ് ആണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. ഒരു റോയൽ ക്ലാസ്സിലേക്ക് അവർ മാറാൻ പോവാണെന്ന് പറഞ്ഞ് അവർ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. അടുത്ത നിമിഷം പ്രൊഫസർ കാലിഗോ ആള് തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും ഇതിൽ സൈൻ ചെയ്യില്ല. നീ ഇതില് കഫറ്റീരിയയിൽ വർക്ക് ചെയ്യുന്നവര്, ഗാർഡനിൽ വർക്ക് ചെയ്യുന്നവര്, അവരുടെ ഒന്നും തന്നെ സൈൻ കളക്ട് ചെയ്തിട്ടില്ല. അവരുടെ കൂടെ സൈൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിതിന് നിനക്ക് അപ്രൂവൽ തരികയുള്ളൂ എന്ന് തീർത്തു പറയും. സ്റ്റുഡൻസ് എല്ലാവരും അത് കേട്ട് ടെൻഷനാവും. ആസ് ആണെങ്കിൽ നിലവിളിച്ച് ചോദിക്കും, നിങ്ങൾ എന്തായി പറയണേ? അത് 100ഓളം ആൾക്കാരുണ്ട്, അവരുടെ എല്ലാവരുടെയും സൈൻ മേടിക്കുക എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഹീറോയ്ക്കാണെങ്കിൽ വലിയൊരു ഷോക്കായിട്ടായിരിക്കും അത് തോന്നുക. പ്രൊഫസർ, നിങ്ങൾ കാര്യമായിട്ടാണോ സംസാരിക്കണേ? അതിന് പ്രൊഫസർ പറയും, അതെ, നിങ്ങൾ ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ ഇത് നടക്കാൻ പോകുന്നില്ല എന്ന്. ആ റോയൽ ക്ലാസ് റൂം അത് വലിയൊരു ലെഗസി, അത് കാത്തു സൂക്ഷിക്കുന്ന ഒരു ക്ലാസ് റൂമാണ്. അതിൻ്റെ പ്രൊട്ടക്ഷനും ഗാർഡിയൻഷിപ്പും ഒക്കെ എനിക്കാണ്. സോ നിങ്ങളെപ്പോലെ മന്ദബുദ്ധികളായ സ്റ്റുഡൻസിന് അങ്ങനെ ഒരു ക്ലാസ് വിട്ടുതരാൻ എന്നെ കൊണ്ടാവില്ല. ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും ക്ലാസ് ഞാൻ തരാം. ഹീറോയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. അടുത്ത നിമിഷം ആ ഗാർഡനൊക്കെ ക്ലീൻ ചെയ്യുന്ന ആള് ഇപ്പോ അകത്തേക്ക് വരികയാണ്. ആള് സൈൻ ചെയ്തൊരു പേപ്പർ ഇപ്പോ ഹീറോയുടെ കയ്യിൽ കൊടുക്കും. ഹീറോ ഷോക്കാവും. ഈ ഒരു പേപ്പർ കൊണ്ട് ഒന്നും ആവില്ല. അതിന് അപ്പാപ്പൻ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും അവിടേക്ക് വിളിച്ചു വരുത്തും. അവരോരോരുത്തരും ഇപ്പോ സൈൻ ഇട്ട ഒരു പേപ്പറുമായിട്ട് ഹീറോയുടെ മുൻപിൽ നിൽക്കുകയാണ്. നീ ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾ ചോദിക്കാതെ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നിനക്ക് ഇങ്ങനെ ഒരു ചെറിയ സഹായം അത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് വലിയൊരു തെറ്റായിരിക്കും. സോ ഇത് ഞങ്ങളുടെ ചെറിയൊരു ടോക്കൺ ഓഫ് ലവ് ആണ്. ഹീറോയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. കാലിഗോ ചോദിച്ച 100-ലധികം വരുന്ന സിഗ്നേച്ചറും ഇപ്പൊ ഹീറോ സ്വന്തമാക്കി കഴിഞ്ഞു. ഹീറോ സ്റ്റൈലായിട്ട് സൈൻ കിട്ടിയ പേപ്പർ എല്ലാം കാലിഗോയുടെ മുൻപിൽ വെക്കും. കാലിഗോ അത് കണ്ട് ഫ്രീസ് ആയിട്ട് ഇരിക്കുകയാണ്. പ്രൊഫസർ കാലിഗോ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, ഞങ്ങൾ എല്ലാവരും മണ്ടന്മാരാണ്. പക്ഷേ ഈ മണ്ടന്മാരാണ് ഈ സ്കൂളിൽ ഒരുപാട് റിവോക്കൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതെല്ലാവർക്കും മനസ്സിലായത് കൊണ്ടാണ് ഇത്രയും വലിയൊരു മൊമെന്റ് നിങ്ങൾക്ക് മുൻപിൽ നടന്നത് പോലും. എല്ലാവരുടെയും മനസ്സ് മാറി ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. സോ ഇനി മാസ്റ്ററിന്റെ മനസ്സുകൂടെ മാത്രം മാറിയാൽ മതി. കാലിഗോയ്ക്കാണെങ്കിൽ അത് ചെയ്യാൻ തീരെ ഇഷ്ടമല്ല. പക്ഷെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഒട്ടും മനസ്സില്ലാതെ ഇപ്പോൾ സീൽ വെച്ചു കൊടുക്കും. ആ പുതിയ ടീച്ചറാണെങ്കിൽ ഇപ്പൊ കാലിഗോയെ കളിയാക്കും. അതിന് കാലിഗോ അവൻ പല്ലൊക്കെ കടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. നെക്സ്റ്റ് ഡേ അപ്ലിക്കേഷൻ സമർപ്പിച്ചതനുസരിച്ച് ഹീറോയ്ക്കും ടീമിനും ഇപ്പൊ ആ ഒരു പുതിയ ക്ലാസ് അത് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ആ ക്ലാസ് ഓപ്പൺ ചെയ്യുന്നത് കാണാനായിട്ട് ആ സ്കൂളിലെ സ്റ്റുഡൻസ് മുഴുവൻ അങ്ങനെ കാത്തിരിക്കുകയാണ്. ടീച്ചർ നമ്മുടെ ആൾക്കാരോട് പറയും, ഈ സ്കൂളിലെ ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് നിങ്ങൾ ഈസിയായി ചെയ്തത്. സോ നിങ്ങളെയും ഈ ക്ലാസ് റൂമിനെ കാണാനാണ് ഇവിടെയുള്ളവരെല്ലാം ഇപ്പൊ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്. നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ വലിയ അഭിമാനം തോന്നും. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ടീം അവരാണെങ്കിൽ ഇപ്പൊ മറ്റൊരു ഫുഡ് ഉണ്ടാക്കുകയാണ്. അവർ പരസ്പരം പറയും, ഒരു കാരണവശാലും ഇന്ന് ആ ഹീറോ പയ്യന് നമ്മുടെ ഈ ഫുഡ് അത് മുഴുവനായിട്ട് തിന്നു തീർക്കാൻ കഴിയില്ല. ഇവിടെ ഹീറോ ആണെങ്കിൽ കഫറ്റീരിയയിൽ ആവശ്യത്തിനനുസരിച്ച് ഫുഡ് കഴിക്കുകയാണ്. ഒരു നിമിഷം ഹീറോ ആണെങ്കിൽ ആ ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന്റെ തൊട്ടടുത്തേക്ക് വരും. നിങ്ങൾക്ക് വിരോധം
സമ്മതമില്ലെങ്കിൽ ഞാനിതൊന്ന് ട്രൈ ചെയ്തോട്ടെ. അതിനവര് പറയും, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നിനക്ക് തീർക്കാനാവില്ല, ഇത് ഒരുപാടുണ്ട്, നീ തീർച്ചയായിട്ടും ഇതിൽ തോറ്റു മടങ്ങും. അവരത് പറയേണ്ട താമസം ഹീറോ അവൻ സെക്കൻഡുകൾ കൊണ്ട് ആ ഫുഡ് മുഴുവൻ അകത്താക്കുകയാണ്. അവർക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഹീറോയുടെ പവർ കണ്ട് അവർ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പൊ അവർക്ക് ഹീറോയോട് ദേഷ്യമില്ല, മറിച്ച് എല്ലാവർക്കും ഇപ്പൊ ഹീറോ ശരിക്കും ഒരു സൂപ്പർ ഹീറോ തന്നെയാണ്. ആസ് പറയും, ഈ സ്കൂൾ മുഴുവൻ ഇപ്പൊ സംസാരിക്കുന്നത് മാസ്റ്ററിനെ കുറിച്ചാണ്. മാസ്റ്ററിന്റെ കഴിവുകൊണ്ടാണ് നമുക്ക് ആ റോയൽ ക്ലാസ് റൂം കിട്ടിയത്. അതിന് ഹീറോ ഒരിക്കലുമില്ല, എന്റെ മാത്രം കഴിവല്ല, നമ്മുടെ എല്ലാവരുടെയും കഴിവ് ചേർന്നപ്പോഴാണ് ആ ലക്ഷ്യം നമുക്ക് സാധ്യമാക്കാൻ പറ്റിയെന്ന് പറഞ്ഞ് ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വരും. ഇവിടെയാണെങ്കിൽ നമ്മുടെ ജിമ്മൻ അവൻ ആദ്യം ഫൈറ്റ് ചെയ്ത ആ ഒരു മാസ്റ്റർ അവരുമായിട്ട് ഇപ്പൊ നല്ല ഫ്രണ്ട്ഷിപ്പായി. ബാക്കിയുള്ള ഓരോ സ്റ്റുഡൻസും ഇപ്പൊ സ്കൂളിലുള്ള ഓരോ ടീച്ചേഴ്സുമായിട്ട് നല്ലൊരു ബോണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ കറക്റ്റ് സമയത്ത് ഗ്രാൻഡ് അവിടേക്ക് വരും. ആൾക്കും ആ ഒരു അസുലഭ നിമിഷം അത് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ആലിഗോ ടീച്ചറിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം. ഹീറോയുടെ മുൻപിൽ വന്ന് ഇപ്പൊ പല്ല് കടിക്കും. നീ പറഞ്ഞതുപോലെ നിന്റെ ലക്ഷ്യം നേടിയെടുത്തു അല്ലേ? ഓക്കെ, കുഴപ്പമില്ല, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മുൻപിലും നല്ലൊരു ചാൻസ് വരുമെന്ന് പറഞ്ഞ് ആ ഡോർ ഓപ്പൺ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പച്ചമുടി പെണ്ണിനാണെങ്കിൽ ഭയങ്കര ആവേശം. അവൾ ഒച്ചത്തിൽ നിലവിളിച്ചു പറയും, എല്ലാവരും ഓടിവായോ, ആ ക്ലാസ് അത് തുറക്കാൻ പോവാണ്. ആക്ച്വലി ഈ ഒരു ക്ലാസ്സിലാണ് മുൻപുണ്ടായിരുന്ന ഡീമൺ കിങ് ആള് പഠിച്ചത്. ആളുടെ അത്രയും പവറും കഴിവുള്ള ഒരാൾ പോലും പിന്നീട് ഈ ഡീമൺ വേൾഡിൽ ജനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കാലിഗോയ്ക്ക് ആ ക്ലാസ് വിട്ടുകൊടുക്കാൻ ഇത്രയും മടി. ഇതൊരു ചരിത്ര സംഭവമാണ്. അതുകൊണ്ട് തന്നെ അത് കാണാൻ ഒരുപാട് പേര് ഇപ്പൊ അവിടെ മുഴുവൻ തടിച്ചു കൂടിയിരിക്കും. കാലിഗോ പതിയെ ക്ലാസിന്റെ ഓരോരോ ലോക്ക് സിസ്റ്റങ്ങൾ അങ്ങനെ അൺലോക്ക് ആക്കി വരികയാണ്. കാലിഗോ ആണെങ്കിൽ വമ്പ ഹൈപ്പൊക്കെ കൊടുത്ത് അതിന്റെ മെയിൻ ലോക്ക് ഓപ്പൺ ചെയ്യും. പിന്നീട് മാജിക് ഉപയോഗിച്ച് ആൾ കവാടം അതങ്ങനെ തുറക്കുകയാണ്. ആൾ ടേൺ ചെയ്ത് ഇപ്പൊ സ്റ്റുഡൻസിനോട് പറയും, ഇതൊരു ലെജൻഡറി ക്ലാസ് റൂമാണ്, സോ ചന്തയിലേക്ക് പോകുമ്പോലെ ആരും ഇതിലേക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും കുട്ടികളെല്ലാവരും ഇപ്പോ ആള് പറയുന്നത് മൈൻഡ് പോലും ചെയ്യാതെ ആ ക്ലാസ് റൂമിലേക്ക് എരച്ചു കയറുകയാണ്. കുട്ടികളെല്ലാവരും ഇപ്പൊ ആ ക്ലാസ് റൂമിന്റെ മുക്കും മൂലയും നോക്കി നടന്ന് കാണുകയാണ്. ഇത്രയും കാലവും പൂട്ടിയിട്ടിട്ടും ക്ലാസ് റൂമിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല. മാത്രമല്ല പൊടിപടലങ്ങളോ അഴുക്കുകളോ ഒന്നും ആ ക്ലാസ്സിലില്ല. അവരാണെങ്കിൽ ഇപ്പൊ ആ ക്ലാസ് റൂമിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഓരോ കാര്യങ്ങൾ കണ്ടും കേട്ടും അവിടെ ചുറ്റിത്തിരിയും. പച്ചമുടി പെണ്ണാണെങ്കിൽ ആ ക്ലാസ് റൂം മുഴുവൻ ഓടി നടന്ന് കാണും. അപ്പൊ നമ്മുടെ ഹീറോ അവൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ ഒരു ഡോർ തുറന്ന് ഡീമൺ കിങ് ഇരുന്ന് പഠിച്ച ആ സിംഹാസനത്തിന്റെ അടുത്തേക്ക് വരും. ഹീറോയുടെ പിന്നാലെ തന്നെ ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാവരും ആ സിംഹാസനത്തിന്റെ അടുത്തേക്ക് വരികയാണ്. അവർ ആ സിംഹാസനത്തിലേക്ക് കണ്ണിമ വെട്ടാൻ നോക്കി നിൽക്കുമ്പോ ഹീറോ അവൻ ചാടിക്കയറി ആ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. കറക്റ്റ് സമയം ആ ക്ലാസ് റൂം മുഴുവൻ ഡാർക്കായി ഹീറോയുടെ മേലേക്ക് ഒരു വെളിച്ചം വീശും. ഒരു സെക്കൻഡ് ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും ഹീറോ അവൻ ശരിക്കും ഒരു ഡീമൺ കിങ് ആണെന്ന് കൺസിഡർ ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഇപ്പൊ നമ്മുടെ ഹീറോ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അവന്റെ റിങ്ങിലുള്ള ബീസ്റ്റ് പുറത്തേക്ക് വന്നിട്ട് പറയും, എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ഈവിൾ സൈക്കിൾ, നീ എൻജോയ് ചെയ്തോ? അതിന് ഹീറോ അവൻ ആ ബീസ്റ്റിനെ പിടിച്ചു ഞെരിച്ച്, നീ ഒറ്റ ഒരുത്തം കാരണം എന്റെ എല്ലാ സൽപ്പേരും എനിക്ക് നഷ്ടമായി, എല്ലാവരും ഞാനിപ്പോൾ ഒരു ബാഡ് ആയിട്ടുള്ള ആളാണ് എന്നാണ് കരുതിയിരിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ സ്ട്രെയിറ്റ് ആയിട്ട് ഗ്രാൻഡ് പേയുടെ അടുത്തേക്ക് വരും. ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ ദുഃഖഭാരം സഹിക്കാനായിട്ട് കഴിയില്ല. അവൻ ഗ്രാൻഡ് പേയോട് ആദ്യം മാപ്പപേക്ഷിക്കും. ഗ്രാൻഡ് പേയ്ക്കാണെങ്കിൽ ആളുടെ മകൻ പഴയതുപോലെ ആയതിൽ ഭയങ്കര സന്തോഷം. ഹീറോ ഇപ്പോ ആസിനോടും പച്ചമുടി പെണ്ണിനോടും സോറി പറയും. അതിനവര് പറയും, നിന്റെ ഈവിൾ സൈക്കിളിലും നീ സൂപ്പർ ആയിരുന്നു. ആരൊക്കെ എന്തൊക്കെ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടും ഹീറോയ്ക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. അവൻ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് ആവരിയോട് മാപ്പ് പറയാണ്. അവളാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കും. അങ്ങനെ നമ്മുടെ ചെക്കൻ അവന്റെ ഈവിൾ സൈക്കിളിലൂടെ നേടിയെടുത്ത ആ പുതിയ ക്ലാസ് റൂമിലേക്ക് വരികയാണ്. മാത്രമല്ല അവൻ നട്ടുവളർത്തിയ ചെടി അത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് പൂത്തൊളഞ്ഞു നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.